സന്തോഷമായി. കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു വശത്ത്, അതിന്റെ കൂടെ ചാരിറ്റിയും കൂടെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം. അപ്പോൾ ഞാൻ എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നൊന്ന് പറയുമോ? പ്രിയപ്പെട്ട അനീഷേ, ഞങ്ങൾ ബിസിനസ് ചെയ്ത് ബിസിനസിന്റെ ഒരു ലാഭം മാറ്റിവെച്ച് ഞങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് 5 കോടി രൂപ മുടക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ അടുത്ത് പള്ളിക്കൽ പാരിപ്പള്ളി റോഡിൽ 5 കോടി രൂപ മുടക്കി ഞങ്ങളൊരു ഡയാലിസിസ് സെന്റർ 20 പേർക്ക് ഡയാലിസിസ് സൗജന്യമായി ചെയ്യാവും. പിന്നെ ഞങ്ങൾ കോവിഡ് കാലത്ത് 95 ദിവസവും ജനങ്ങൾക്ക് സേവനം ചെയ്ത പ്രവർത്തകരാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആംബുലൻസ് എത്ര ഉണ്ടെങ്കിലും എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന നിലയിൽ ഒരു ആംബുലൻസ് വേണം. അങ്ങനെ കഴക്കൂട്ടം മുതൽ കൊട്ടിയം വരെ സൗജന്യമായി ഓടാൻ 108 പോലെ രാജകുമാരിയുടെ സേവനം വെളിപ്പുറത്തുണ്ടാവാൻ വേണ്ടി ഒരു സൗജന്യ ആംബുലൻസ് ഉണ്ട്. അങ്ങനെ നിരവധി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് ഒരു കൈയൊപ്പ് ചാർത്താൻ വേണ്ടി കൂടിയാണ് രാജകുമാരിക്ക് ഒരു കവർ സ്റ്റോറി അല്ലെങ്കിൽ കവർ പേജ് മുതലാളി ഇല്ല. രാജകുമാരി ഒരു ജനകീയ പ്രസ്ഥാനമാണ്. ഇതാണ് രാജകുമാരിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ നിങ്ങൾ ചോദിച്ചതിനുള്ള. അപ്പൊ ഒരുപാട് സന്തോഷം. ഒരു നിറഞ്ഞ കൈയടി പ്ലീസ്. ഇത്രയും എന്താ പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ അംഗീകരിക്കണം.